Good morning. Today our topic elasticity of demand. Previous classes we studied what is meant by demand, what is meant by law of demand, and what are the factors influencing demand എന്നൊക്കെ പറയുന്ന ടോപ്പിക്കുകളാണ് റെഫർ ചെയ്തു പോയത്. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ട്. വാട്ട് ഈസ് മീൻ ബൈ ഡിമാൻഡ് പറഞ്ഞിട്ടുണ്ട്. ലോ ഓഫ് ഡിമാൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച്. ഇതിനതിൽ ലോ ഓഫ് ഡിമാൻഡിലും നമ്മളൊരു കോൺസെപ്റ്റ് ഹയർ ദി പ്രൈസ് ലോവർ ക്വാണ്ടിറ്റി വിൽ ബി ഡിമാൻഡഡ്, ലോവർ പ്രൈസ് ഹയർ ക്വാണ്ടിറ്റി വിൽ ബി demanded, other factors are remain constant, that is called as law of demand. കുട്ടികളതൊക്കെ ഓർക്കുന്നുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് നമ്മൾ വാട്ട് ഈസ് മീൻ ബൈ ഡിമാൻഡ് ഫംഗ്ഷൻ. ദ ഫംഗ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് ഇറ്റ്സ് ഫാക്ടേഴ്സ് ഈസ് കോൾഡ് ആസ് ഡിമാൻഡ് ഫംഗ്ഷൻ. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിമാൻഡിലെ പ്രൈസ് ഡിമാൻഡ്, ഇൻകം ഡിമാൻഡ്, ക്രോസ് ഡിമാൻഡ്, ദെൻ ഇമ്പോർട്ടൻസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ടോപ്പിക് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് എന്ത്, വാട്ട് ഈസ് മെൻ ബൈ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഡിമാൻഡ് നിങ്ങൾക്കറിയാം, ജനറലി ഡിമാൻഡ് വേരീസ് വിത്ത് പ്രൈസ്. ദാറ്റ് മീൻസ് ദ ലോ ഓഫ് ഡിമാൻഡ് സ്റ്റേറ്റ്സ് ദാറ്റ് ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി ഇൻക്രീസസ് fall in price and decreases on increase in price. The law of demand tells only the direction of the change. It does not tell the rate of which the change took place. നമ്മൾ പറയുന്നത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുമ്പോൾ, ലോ ഓഫ് ഡിമാൻഡ് പഠിക്കുമ്പോൾ പ്രൈസിലുണ്ടാകാവുന്ന വേരിയേഷൻ മൂലം ഡിമാൻഡിൽ ഫ്ലക്ച്വേഷൻ സംഭവിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ദാറ്റ് കോൺസെപ്റ്റ് ഈസ് കോൾഡ് ആസ് ലോ ഓഫ് ഡിമാൻഡ്. അത് എത്രമാത്രം വേരിയേഷൻ സംഭവിക്കുന്നുണ്ട് എന്ന് മെഷർ ചെയ്യുന്നതാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. നിങ്ങൾ ഇലാസ്റ്റിക് എന്ന് പറയുന്ന ടേം നിങ്ങൾക്ക് വളരെയധികം പരിചിതമായിരിക്കും. ദെൻ ഇലാസ്റ്റിക് എന്ന് പറയുമ്പോൾ ദെൻ അവിടെ elasticity means the rate of change in one variable due to change in another variable. The rate of change in one variable due to change in another variable. അവിടെ നമ്മൾ പറയുന്നത് ഏതെങ്കിലും ഒരു വേരിയബിളിൽ ചേഞ്ച് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണമാകുന്നു മറ്റേതെങ്കിലും വേരിയബിൾ ഉണ്ടാകാവുന്ന. ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു റബ്ബർ ബാൻഡ് ഉണ്ട്. ആ റബ്ബർ ബാൻഡ് നമ്മളിങ്ങനെ വലിക്കും തോറും അത് നീണ്ടു പോകും. നമ്മളവിടെ ഉപയോഗിക്കുന്നത് ഫോഴ്സാണ്. ഫിസിക്സിൽ നമ്മൾ അങ്ങനെയാണ് പറയാം. ഫിസിക്സിലെ ഇലാസ്റ്റിസിറ്റി മീൻസ് ദ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് എൻ ഒബ്ജെക്റ്റ്, ഫോഴ്സ് ഈസ് അപ്ലൈഡ് ആൻഡ് റിലീസ്ഡ്. ഒരു ഫോഴ്സ് ഉപയോഗിക്കുകയോ ആ ഫോഴ്സ് റിലീസ് ചെയ്യുകയോ ആ ഫോഴ്സ് എക്സ്പാൻഡ് ചെയ്യുകയോ ചെയ്യുമ്പോഴുണ്ടാകാവുന്ന എക്സ്പാൻഷൻ ഓർ കോൺട്രാക്ഷൻ, അതിനെയാണ് നമ്മൾ എന്താ പറയുക, ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. എത്രമാത്രം വേരിയേഷൻ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ദ ഇലാസ്റ്റിസിറ്റി മീൻസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വൺ വേരിയബിൾ ഡ്യൂ ടു ചേഞ്ച് ഇൻ അനദർ വേരിയബിൾ. ഏതെങ്കിലും ഒരു വേരിയബിൾ ഉണ്ടാകാവുന്ന ചേഞ്ചസ് മൂലം മറ്റൊരു വേരിയബിളിനെ അതിനെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ, അതുമൂലം മറ്റൊരു വേരിയബിളിൽ ചേഞ്ച് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇലാസ്റ്റിക് എന്ന് പറയുന്നത്. വേരിയേഷൻ സംഭവിക്കുന്നുണ്ട്, അവിടെ ഇലാസ്റ്റിക് ആണ് എന്ന് പറയാനായിട്ട് സാധിക്കും. ദെൻ അക്കോർഡിംഗ് ടു ഇസ്താം, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് എ മെഷർ ഓഫ് ദ റെസ്പോൺസീവ്നെസ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ്. What is meant by elasticity? The responsiveness of quantity demanded due to change in price. The responsiveness, എത്രമാത്രം വേരിയേഷൻ സംഭവിക്കുന്നുണ്ട് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ്. അതായത് പ്രൈസ് മൂലം, പ്രൈസിൽ ഇപ്പം നമ്മൾ പറഞ്ഞു 5 രൂപ എന്നുള്ളത് 10 രൂപയായിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ കുറയ്ക്കണം. വീണ്ടും നമ്മൾ 20 രൂപയാക്കി 30 രൂപയാക്കിയിട്ട് വില കൂടുന്തോറും ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിക്രീസ് ചെയ്തു. ആ fall in quantity demanded, higher the price lower quantity will be demanded, lower price higher quantity will be demanded എന്ന് പറയുന്നതാണ് അവിടെ ഇലാസ്റ്റിക് ഇൻ നേച്ചർ എന്ന് പറയുന്നത്. അവിടെ ഏതെങ്കിലും ഒരു വേരിയബിളിൽ ചേഞ്ച് സംഭവിക്കുമ്പോൾ മറ്റൊരു വേരിയബിളും ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. ദെൻ അവിടെ നമുക്ക് എന്ത് പറയാം, ഇലാസ്റ്റിക് ഇൻ നേച്ചർ ആണെന്ന് പറയാം. ദെൻ അതിനെയാണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. സാധാരണ വാട്ട് ഈസ് മെൻ ബൈ ഇലാസ്റ്റിസിറ്റി എന്ന് ചെയ്ത് റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വൺ വേരിയബിൾ ഡ്യൂ ടു ചേഞ്ച് ഇൻ അനദർ വേരിയബിൾ. കണ്ടോ, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ, അവിടെ റേറ്റ് എത്രമാത്രം എന്ന് പറയുന്നത്. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ദ റെസ്പോൺസീവ്നെസ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ്. ദ റെസ്പോൺസീവ്നെസ്, അതായത് പ്രൈസിൽ ഉണ്ടാകാവുന്ന വേരിയേഷൻ്റെ ആ ഒരു റെസ്പോൺസ് എത്രമാത്രം ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നതിൽ കൂടുകയോ കുറയുകയോ ചെയ്യുന്നുണ്ട്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇലാസ്റ്റിസിറ്റി ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ്. Then what are the what is meant by elasticity of demand? Elasticity of demand എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, the rate of change in quantity demanded due to change in
എനി ഫാക്ടേഴ്സ് എന്ന് പറയാം, അതിന് ഇലാസ്റ്റിറ്റി എന്ന് പറയാം. സാധാരണ രീതിയിൽ നമ്മൾ പ്രൈസ് ഇലാസ്റ്റിറ്റിയാണ് പറയുന്നത് മാത്രം. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ്. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റി. ദ rate of change in quantity demanded due to change in price. The responsiveness of quantity demanded due to change in price, that is called as elasticity of demand. അതായത് പ്രൈസിലുണ്ടാകാവുന്ന വേരിയേഷൻ മൂലം ഡിമാൻഡിൽ എത്രമാത്രം വേരിയേഷൻ സംഭവിക്കുന്നുണ്ടോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ദെൻ വാട്ട് ആർ ദി നെക്സ്റ്റ് ടോപ്പിക് അതാണ്, വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി. Then അവിടെ first one is price elasticity. Second one is income elasticity. And third one is cross elasticity. And fourth one is advertisement elasticity. അപ്പോൾ നമുക്കിവിടെ പറയാനുള്ളത് വാട്ട് ആർ ദി ഡിഫറെൻറ്റ്, ഇതേപോലെ തന്നെ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ എനി ഓഫ് ദ ഫാക്ടേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ അതിന് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയാം. നമ്മുടെ കയ്യിലുള്ള ഇൻകത്തിൻ്റെ ലെവലിൽ വേരിയേഷൻ സംഭവിക്കുമ്പോൾ ഡിമാൻഡിൽ വേരിയേഷൻ സംഭവിക്കാം. വേറെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസിലുണ്ടാകാവുന്ന വേരിയേഷൻ മൂലം ഒറിജിനൽ കമ്മോഡിറ്റിയുടെ ഡിമാൻഡിൽ വേരിയേഷൻ സംഭവിക്കാം. അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടാകാവുന്ന ചേഞ്ചസ് മൂലം ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നതിന് വ്യത്യാസം സംഭവിക്കാം, പ്രൈസ് മൂലം വ്യത്യാസം സംഭവിക്കാം. ഇങ്ങനെ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് എന്താണോ കാരണം അതുമൂലം ഡിമാൻഡിൽ വ്യത്യാസം സംഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്കതിന് എന്ത് പറയാം, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയാം. ഇനി നമുക്ക് പറയുന്നത് വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ ദർ ആർ 4 ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി. നമുക്ക് പഠിക്കാനുള്ളത് 4 ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്. ദെൻ ഫസ്റ്റ് വൺ ഈസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി, സെക്കൻഡ് വൺ ഈസ് ഇൻകം ഇലാസ്റ്റിസിറ്റി, തേർഡ് വൺ ഈസ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ആൻഡ് ഫോർത്ത് വൺ ഈസ് അഡ്വർടൈസ്മെൻറ്റ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ നമുക്ക് അതിന് വേണമെങ്കിൽ വാട്ട് ഈസ് മീൻ ബൈ പ്രൈസ് ഇലാസ്റ്റിസിറ്റി? എല്ലാം price elasticity, the rate of change in quantity demanded due to change in price is called as price elasticity. അപ്പോൾ അത് മനസ്സിലായല്ലോ. സെക്കൻഡ് വൺ ഈസ് ഇൻകം ഇലാസ്റ്റിസിറ്റി, the rate of change in quantity demanded due to change in the income level of the consumer, that is called as income elasticity. Then third one is cross elasticity, the rate of change in quantity demanded due to change in the price of another commodity. There is the rate of change in quantity demanded due to change in price of another commodity, that is called as cross elasticity. വേറെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസിലുണ്ടാകാവുന്ന വേരിയേഷൻ മൂലം ഒറിജിനൽ കമ്മോഡിറ്റിയുടെ ഡിമാൻഡിൽ ഫ്ലക്ച്വേഷൻ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് പറയാം, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയാം. Then fourth one is advertisement elasticity, the rate of change in quantity demanded due to change in the advertisement of a കമ്മോഡിറ്റി. ഒരു അഡ്വർടൈസ്മെൻറ്റ് മൂലം നമ്മുടെ ഡിമാൻഡിൽ, ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് ഒന്നുകൂടെ നന്നാക്കി എടുത്ത് പുതുതായിട്ടൊരു അഡ്വർടൈസ്മെൻറ്റ് കൂടെ എടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടെ ആ പ്രൊഡക്റ്റിന് ഡിമാൻഡ് കൂടുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും, അഡ്വർടൈസ്മെൻറ്റ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇലാസ്റ്റിസിറ്റി എന്ന് മനസ്സിലായി. ഇലാസ്റ്റിക് എന്ന് പറയുമ്പോൾ വേരിയേഷൻ സംഭവിക്കുന്നുണ്ട്, അതാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്, വേരിയേഷൻ സംഭവിക്കുന്നുണ്ട്. അതിനാണ് ഫിസിക്സിൽ പറയുന്ന ഒരു ടേം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫോഴ്സ് ഉപയോഗിക്കുമ്പോൾ ഒബ്ജക്റ്റിൽ ഉണ്ടാക്കാവുന്ന വേരിയേഷൻ. ഒരു റബ്ബർ ബാൻഡ് എന്ന് പറയുന്ന ഒരു ഇലാസ്റ്റിക് ഇൻ നേച്ചറാണ്. ഫോഴ്സ് ഉപയോഗിക്കും തോറും അത് കൂടുകയോ ഫോഴ്സ് റിലീസ് ചെയ്യുമ്പോൾ അത് കൂടിച്ചേരുകയോ ചെയ്യുന്നു. ഇങ്ങനെ ഒരു വേരിയേഷൻ സംഭവിക്കുന്നുണ്ട്. അതാണ് നമുക്ക് വളരെ പെട്ടെന്ന് ഇലാസ്റ്റിക് ഇൻ നേച്ചറാണെന്ന് പറയാനുള്ള കാരണം. ആ ഫോഴ്സ് എന്ന് പറയുന്നത് ആ ഒരു ടേം നമ്മൾ
എക്കണോമിക്സിലേക്ക് കടമെടുക്കുകയാണെങ്കിൽ ദെൻ അവിടെ ആ ടൈം ഇവിടെ ഡിമാൻഡ് തീർച്ചയായിട്ടും നമുക്കറിയണം. ഡിമാൻഡ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഓഫ് പ്രൊഡക്ഷൻ, മദർ ഓഫ് പ്രൊഡക്ഷൻ എന്നൊക്കെ പറയാം. ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഫ്യൂച്ചറിൽ ഉണ്ടാകാവുന്ന ഡിമാൻഡിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ നമുക്കുണ്ടാവണം. അടുത്ത 6 മാസത്തിനുള്ളിൽ ഡിമാൻഡ് കൂടാനായിട്ട് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഡിമാൻഡ് കുറയാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ എത്രമാത്രം പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. ഈ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ ഏതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ഡിമാൻഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ഡിമാൻഡിലുള്ള ഫ്ലക്ച്വേഷൻ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റും ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റൊക്കെ നമ്മൾ എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു? ഫോർ ഫോർകാസ്റ്റിംഗ് ദ ഡിമാൻഡ്. ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന ഡിമാൻഡ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്ന് മുൻകൂട്ടി കാണാനായിട്ട് നമ്മളെ സഹായിക്കുന്ന വൺ ഓഫ് ദി ടെക്നിക്സ് ആണ് ഇത് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് ഓർ ലോ ഓഫ് ഡിമാൻഡ് എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ്. ദെൻ ഇവിടെ 4 പോയിന്റ് പറഞ്ഞു. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ്? ഫസ്റ്റ് വൺ ഈസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി, സെക്കൻഡ് വൺ ഈസ് ഇൻകം ഇലാസിറ്റി, തേർഡ് വൺ ഈസ് ക്രോസ് ഇലാസ്റ്റിസിറ്റി, ഫോർത്ത് വൺ ഈസ് അഡ്വർടൈസ്മെൻറ്റ് ഇലാസിറ്റി. ഞാൻ ഒന്നുകൂടെ സിമ്പിളായിട്ട് അതിന് പറഞ്ഞുതരാം. വാട്ട് ഈസ് മെൻ ബൈ പ്രൈസ് ഇലാസ്റ്റിസിറ്റി? Then the rate of change മുകളിൽ എഴുതിയിട്ടുണ്ട്. The rate of change in quantity demanded due to change in price is called as price elasticity. The rate of change in quantity demanded due to change in income of the consumer is called as income elasticity. Then third one is the rate of change in quantity demanded due to change in price of another commodity is called as cross elasticity. The last one is advertisement elasticity. There will be the rate of change in quantity demanded due to change in advertisement of a commodity. That is called as advertisement elasticity. അപ്പോൾ ദെൻ ഇത്രയും മനസ്സിലായി. ഇനി നമുക്ക് ഫസ്റ്റ് വൺ നമുക്ക് ആദ്യം പഠിക്കാം. വാട്ട് ഈസ് മെൻ ബൈ പ്രൈസ് ഇലാസ്റ്റിസിറ്റി? പ്രൈസ് ഇലാസ്റ്റിറ്റിയിലെ എഴുതേണ്ട പോയിന്റ് മുകളിൽ എഴുതിയിട്ടുള്ള അതേ ഇതാണ്. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് ഈസ് കോൾഡ് ആസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. പ്രൈസ് എന്ന് പറയുന്ന ഫാക്ടർ മൂലം ഡിമാൻഡ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയാം. പ്രൈസ് ഇലാസ്റ്റിറ്റിയിലെ ദെൻ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് മേ ബി ഡിഫൈൻഡ് ആസ് the degree of responsiveness of quantity demanded of a commodity in response to change in price. That means the rate of price elasticity demand refers to the ratio of percentage change in quantity demanded due to change in price. Then next one is നമുക്ക് അതിനെ പ്രൈസ് ഇലാസ്റ്റിറ്റിയെ നമുക്ക് ഇലാസ്റ്റിറ്റി ഓഫ് പ്രൈസ് എന്ന് പറയുന്ന രീതിയിൽ എഴുതാം. വാട്ട് ഈസ് മെൻ ബൈ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്? ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിലെ ഇലാസ്റ്റിറ്റി ഓഫ് പ്രൈസ്. Price elasticity ne the rate of change in quantity demanded due to change in price is called as price elasticity, or elasticity of price proportionate change in quantity demanded divided by proportionate change in price. ഇതാണ് ഫോർമുല. എന്താ പ്രൈസ് ഇലാസ്റ്റിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല? എന്താ? proportionate change in quantity demanded divided by proportionate change in price, or percentage change in quantity demanded divided by percentage change in പ്രൈസ്. രണ്ട് തരത്തിലും പറയാം. ദെൻ ഇവിടെ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് divided by proportionate change in price. Proportionate change in price. നോക്കാം. അപ്പോൾ ഇവിടെ എന്താ? വാട്ട് ഈസ് മെൻ ബൈ ഇലാസ്റ്റിറ്റി ഓഫ് പ്രൈസ്? പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിവൈഡഡ് ബൈ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്. ഈ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡിനെ നമുക്ക് മാത്തമെറ്റിക്കലി കാണിക്കുകയാണെങ്കിൽ ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ക്യൂ ഓൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ പി. നിങ്ങളെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ഇലാസ്റ്റിറ്റി ഓഫ് പ്രൈസ് elasticity of price is equal to, or price elasticity is equal to proportionate change in quantity demanded divided by proportionate change in price. Then first one is what is meant by proportionate change in quantity demanded? Change in quantity demanded divided by original quantity. അതിനെയാണ് നമ്മൾ എന്ത് പറയുക?
പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. താഴെ എഴുതേണ്ട ഫോർമുല എന്താണ്? then proportionate change in quantity demanded is equal to change in quantity divided by original quantity. അപ്പോൾ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡിനെയാണ് നമ്മൾ ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഫോർമുല ഇങ്ങനെയായിട്ട് മാറും: ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ക്യൂ ഓൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ പി. അതായത് പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ക്യൂ, ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ആണ്. ദെൻ സെക്കൻഡ് വൺ ഈസ് പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്. പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസിന് ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ പി എന്ന് പറയുന്നു. ഡെൽറ്റ പി എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ പ്രൈസ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ പ്രൈസ്. ദറ്റ് ഈസ് ഈക്വൽ ടു, ഇതിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം: ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ക്യൂ ഇൻറ്റു ഡെൽറ്റ ഇൻറ്റു റെസിപ്രോക്കൽ ഇടുക പി ബൈ ഡെൽറ്റ ക്യൂ. ഇതിനൊന്നുകൂടെ ഡെൽറ്റ പി, ഇതിനൊന്നുകൂടെ ശരിയായിട്ട് എഴുതുകയാണെങ്കിൽ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ ഇങ്ങനെ മാറ്റി എഴുതാം. കണ്ടോ? നമ്മൾ അറിയാവുന്ന ഫോർമുല എന്താ? ഇതാണ് നിങ്ങൾ പഠിക്കേണ്ട ഫോർമുല: ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. അതായത് പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിവൈഡഡ് ബൈ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്. പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്ന് പറയുന്നത് ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ക്യൂ ഓൾ ഡിവൈഡഡ് ബൈ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്. പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ പി. Therefore ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ക്യൂ ഇതിൻ്റെ റെസിപ്രോക്കൽ പി ബൈ ഡെൽറ്റ പി. അപ്പോൾ ഈ ഡെൽറ്റ വരുന്നതിനെ പറയാനായിട്ട് എളുപ്പത്തിന് നമ്മളൊരു ഭാഗത്തേക്ക് മാറ്റുന്നു: ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. ദെൻ അപ്പോൾ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല: ഇലാസ്റ്റിറ്റി ഓഫ് പ്രൈസ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ എന്ന് പറയുന്ന ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. ക്യൂ സ്റ്റാൻഡ്സ് ഫോർ ഒറിജിനൽ ക്വാണ്ടിറ്റി. ക്യൂ എന്ന് പറയുന്നത് ഒറിജിനൽ ക്വാണ്ടിറ്റി ആണ്. ക്യൂ ഈസ് ഈക്വൽ ടു ഒറിജിനൽ ക്വാണ്ടിറ്റി. ദെൻ പി ഈസ് ഈക്വൽ ടു ഒറിജിനൽ പ്രൈസ്. ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. Then delta P is equal to change in price. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി നോക്കാം. Q is equal to original quantity, P is equal to original price, delta Q is equal to change in quantity demanded, then delta P is equal to change in price. Then elasticity of price is equal to delta Q divided by delta P into P by Q. Then next one, mathematically speaking, price elasticity of demand is negative. It is negative because demand curve has a negative slope. The slope of the demand curve is negative because price and quantity change in opposite direction. One change in negative and other is positive when we calculate price elasticity of demand by percentage method. Then ഇവിടെ നമ്മളോടൊരു പ്രോബ്ലം തന്നിട്ടുണ്ട്. സപ്പോസ് ദ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ഫോൾസ് ഫ്രം 5 to 4. അതായത് അവിടെ നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് ഒന്നും നമുക്കിത് ചെയ്യാനില്ല. പക്ഷേ ഇതിൽ പറയുന്നു പ്രൈസ് ഇലാസ്റ്റിറ്റിയെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. പ്രൈസ് ഇലാസ്റ്റിറ്റിയിൽ സപ്പോസ് പ്രോബ്ലം ഇതാണ്: സപ്പോസ് ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഫോൾസ് ഫ്രം 5 to 4. ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് 5 രൂപയിൽ നിന്ന് 4 രൂപയായിട്ട് കുറയുകയുണ്ടായിട്ടുണ്ട്. ദെൻ ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഇൻക്രീസ് ഫ്രം 100 to 150 യൂണിറ്റ്. അപ്പോൾ പ്രോബ്ലം ഒന്നുകൂടെ വായിക്കാം. എന്താ പ്രോബ്ലം? സപ്പോസ് ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഫോൾസ് ഫ്രം 5 to 4. കമ്മോഡിറ്റിയുടെ പ്രൈസ് 5 രൂപയിൽ നിന്ന് 4 രൂപയായിട്ട് കുറഞ്ഞു. ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഇൻക്രീസസ് ഫ്രം 100 യൂണിറ്റ് ടു 150 യൂണിറ്റ്. 5 രൂപയിൽ നിന്ന് 4 രൂപയായിട്ട് പ്രൈസ് കുറഞ്ഞപ്പോൾ ക്വാണ്ടിറ്റി 100 രൂപയിൽ നിന്ന് 150 രൂപയായിട്ട് അത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പ്രൈസ് 1 രൂപ കുറയുകയും 50 യൂണിറ്റ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി 50 യൂണിറ്റ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഈ തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ ആദ്യം ഏതൊക്കെയാണെന്ന് മെഷർ ചെയ്യണം. അതായത്
പ്രൈസ് ഇലാസിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം. ഇലാസിറ്റി ഓഫ് പ്രൈസ് ഈസ് ഈക്വൽ ടു എന്താ? ഇലാസിറ്റി ഓഫ് പ്രൈസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. ഇതാണ് ഫോർമുല. ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ then price is equal to, suppose the price of a commodity from 5 to 4, 5 രൂപയിൽ നിന്ന് 4 രൂപയായിട്ട് കുറയുകയുണ്ടായിട്ടുണ്ട്. ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു 1, ഒറിജിനൽ പി ഈസ് ഈക്വൽ ടു 5. Then and quantity demanded increases from 100 unit to 150 unit. അപ്പോൾ then quantity demanded എന്ന് പറയുന്നത്, ഒറിജിനൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറയുന്നത് 100 യൂണിറ്റ് ആണ്. 100 യൂണിറ്റിൽ നിന്ന് 150യിലേക്ക് ഇൻക്രീസ് ചെയ്തു എന്ന് പറയുമ്പോൾ ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു 50. കണ്ടോ? അപ്പോൾ ചേഞ്ച് ഇൻ പ്രൈസ് 5 to 4, 5 രൂപയിൽ നിന്ന് 4 രൂപയായിട്ട് പ്രൈസ് കുറഞ്ഞു. അപ്പോൾ ഒറിജിനൽ പ്രൈസ് എത്രയായിരുന്നു? പ്രൈസ് ഈസ് ഈക്വൽ ടു 5. ചേഞ്ച് ഇൻ പ്രൈസ് ഈസ് ഈക്വൽ ടു 1, കുറഞ്ഞു. സെയിം ടൈം ഒറിജിനൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറയുന്ന 100 ആയിരുന്നു. പക്ഷേ പിന്നീട് ആ 100 എന്നുള്ളത് 150 ആയിട്ട് 150 യൂണിറ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ദെൻ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറയുന്നത് 50 ആണ്. Therefore elasticity of price is equal to delta q divided by delta p into p by q. That means delta q is equal to 50 divided by delta p divided by 1 into p എന്ന് പറയുന്നത് 5 ആണ്, q എന്ന് പറയുന്നത് 100 ആണ്. ദാറ്റ് ഈസ് 2.5 ആണ് അവിടെ സംഭവിച്ചിരിക്കുന്ന വേരിയേഷൻ എന്ന് പറയുന്നത്. ദെൻ ഇലാസിറ്റി ഓഫ് പ്രൈസ് ഈസ് ഈക്വൽ ടു 2.5. അപ്പോൾ നിങ്ങൾക്ക് പ്രൈസ് ഇലാസിറ്റി എന്ന് പറയുന്നൊരു ടോപ്പിക്ക് ഇവിടെ കഴിയാണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. ഡിഗ്രി ഓഫ് പ്രൈസ് ഇലാസിറ്റി ഒക്കെയാണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. പക്ഷേ അതിന് മുൻപ് തന്നെ നമുക്ക് ഏത് പഠിക്കാനുണ്ട്? വാട്ട് ഈസ് മെൻ ബൈ പ്രൈസ് ഇലാസിറ്റി, വാട്ട് ഈസ് മെൻ ബൈ ഇൻകം ഇലാസിറ്റി, വാട്ട് ഈസ് മെൻ ബൈ ക്രോസ് ഇലാസിറ്റി ആൻഡ് വാട്ട് ഈസ് മെൻ ബൈ അഡ്വർടൈസ്മെൻറ്റ് ഇലാസിറ്റി. ഇത്രയാണ് നമുക്ക് ഇപ്പോൾ പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ടോപ്പിക് നമ്മൾ കഴിഞ്ഞു. ഏതാ? പ്രൈസ് ഇലാസിറ്റി. അപ്പോൾ വാട്ട് ഈസ് മെൻ ബൈ പ്രൈസ് ഇലാസിറ്റി? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് ഈസ് കോൾഡ് ആസ് പ്രൈസ് ഇലാസിറ്റി. പ്രൈസിലുണ്ടാകാവുന്ന ചേഞ്ചസ് മൂലം ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നതിൽ എത്രമാത്രം വേരിയേഷൻ സംഭവിക്കുന്നുണ്ടോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈസ് ഇലാസിറ്റി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇൻകം ഇലാസിറ്റി. സെക്കൻഡ് ടോപ്പിക് ഈസ് ഇൻകം ഇലാസിറ്റി. Next one is income elasticity. The rate of change in quantity demanded due to change in income of a consumer. Due to change in income of a consumer. ഇവിടെ income elasticity, that means the demand is the responsiveness of income elasticity of demand is equal to is the responsiveness of quantity demanded due to change in the income of the consumer. It is a ratio of percentage change in quantity demanded to percentage changes in income of a consumer. അവിടെ നമുക്ക് പറയാനുള്ളത് മാത്രം വാട്ട് ഈസ് മെന്റ് ബൈ ഇൻകം ഇലാസിറ്റി എന്ന് പറയുമ്പോൾ ദെൻ അവിടെ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ നിങ്ങൾ എഴുതി വെക്കേണ്ട പോയിന്റ്, സിമ്പിളായിട്ട് എഴുതി വെക്കേണ്ട പോയിന്റ്, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഇൻകം ഓഫ് എ കൺസ്യൂമർ. Due to change in income. Due to change in income, that is called as income elasticity. ഈ income elasticity is the responsiveness of quantity demanded due to change in income of the consumers. That is called as income elasticity. That means income elasticity then formula
വാട്ട് ഈസ് മീൻ ബൈ ഇൻകം ഇലാസ്റ്റിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുമ്പോൾ ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, പെർസെൻറ്റേജോ അല്ലെങ്കിൽ പ്രൊപ്പോർഷനേറ്റ് ഏതായാലും കുഴപ്പമില്ല. പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡഡ് ബൈ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ഇൻകം. അവിടെ പ്രൈസ് എന്ന് പറയുന്നിടത്ത് നമ്മൾ എന്തെന്ന് വെക്കണം, ഇൻകം എന്നുള്ള രീതിയിൽ വൈ എന്നുള്ളത് ഉപയോഗിക്കണം. ഈൽഡ് ദെൻ ഇവിടെ ഞാൻ ഫോർമുല എഴുതാണ്. വാട്ട് ഈസ് മെൻ ബൈ ഇൻകം ഇലാസ്റ്റിറ്റിയിലെ ഇൻകം ഇലാസ്റ്റിറ്റി ദറ്റ് ഈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഈൽഡ്, YIELD നമുക്ക് കിട്ടുന്ന ഇൻകത്തിനെയാണ് ഈൽഡ് എന്ന് പറയുന്നത്. ഇലാസ്റ്റിറ്റി ഓഫ് ഈൽഡ് ഈസ് ഈക്വൽ ടു പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ഇൻകം, പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ പ്രൊപ്പോർഷനേറ്റ് change in quantity demanded, proportionate change in quantity demanded, all divided by proportionate change in income. Then the rate of change in quantity demanded due to change in income of the consumer is called as income elasticity. ഫോർമുല എന്താ നേരത്തെ എഴുതിയ പോലെ തന്നെ അവിടെ ഏതിൽ മാത്രം ചേഞ്ച് വരുത്തണം, പ്രൈസ് എന്നുള്ളിടത്ത് ഇൻകം എന്ന് എഴുതിയാൽ മതി. ദെൻ അവിടെ വാട്ട് ഈസ് മെൻ ബൈ ഇൻകം ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത് ഇലാസ്റ്റിറ്റി ഓഫ് ഈൽഡ്, ഇലാസ്റ്റിറ്റി ഓഫ് ഈൽഡിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻകം ഇലാസ്റ്റിറ്റി. ഇൻകം ഇലാസ്റ്റിറ്റി ഈസ് ഈക്വൽ ടു പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിവൈഡഡ് ബൈ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ഇൻകം. ദെൻ അവിടെ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്ന് പറയുമ്പോൾ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡിലെ ദെൻ അവിടെ ഫസ്റ്റ് വൺ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ക്വാണ്ടിറ്റി, ഓൾ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ഇൻകം ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഇൻകം. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല. ദെൻ ഇൻകം ഇലാസ്റ്റിറ്റിയെ തന്നെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദെൻ ഫസ്റ്റ് വൺ ഈസ് സീറോ ഇൻകം ഇലാസ്റ്റിറ്റി, സെക്കൻഡ് വൺ ഈസ് നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിറ്റി ആൻഡ് പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിറ്റി. Then income elasticity. Generally income elasticity may be classified into 3. അപ്പോൾ ഞാനിവിടെ ടൈപ്സ് ഓഫ് ഇലാസ്റ്റിറ്റിയിലെ സെക്കൻഡ് വൺ ഈസ് ഇൻകം ഇലാസ്റ്റിറ്റി എഴുതിയിട്ടുണ്ട്. ദെൻ ഇൻകം ഇലാസ്റ്റിറ്റിയിലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻകം ഇലാസ്റ്റിറ്റി. ഇൻകം ഇലാസ്റ്റിറ്റി എന്താണെന്ന് മനസ്സിലായി നിങ്ങൾക്ക്, ഇൻകം ഇലാസ്റ്റിറ്റി. ദെൻ താഴെ ടൈപ്സ് ഓഫ് ഇൻകം ഇലാസ്റ്റിറ്റി, types of income elasticity. Types of income elasticity. Then the first one is types of income elasticity. First one is zero income elasticity. Zero income elasticity. Second one is positive income elasticity, positive income elasticity, and third one is negative income elasticity, negative income elasticity. അവിടെ നമുക്ക് what are the different types of income elasticity? Different types of income elasticity. First one is zero income elasticity and positive income elasticity and negative income elasticity. നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട്. What is meant by then എന്തൊക്കെയാ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിമാൻഡിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിമാൻഡിലെ ദെൻ പ്രൈസ് ഡിമാൻഡ്, ഇൻകം ഡിമാൻഡ്, ക്രോസ് ഡിമാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട്. അതിൽ ഇൻകം ഡിമാൻഡിലെ നമ്മളെന്ത് പഠിച്ചിട്ടുണ്ട്, ഇഫ് ദർ ഇസ് എ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ദ ഇൻകം ഓഫ് ദി കൺസ്യൂമർ ഈസ് കോൾഡ് ആസ് ഇൻകം ഡിമാൻഡ് അല്ലേ. ദറ്റ് ഈസ് എ നോർമലി ദറ്റ് മേ ബി പോസിറ്റീവ് റിലേഷൻഷിപ്പാണ്. ഹയർ ദി ഇൻകം ദെൻ ഇൻകം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ദർ വിൽ ബി ഇൻക്രീസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. ദറ്റ് ഈസ് പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിറ്റി, പോസിറ്റീവ് ഇൻകം അതിനെയാണ് നമ്മൾ പറയുക. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഒരു കൺസ്യൂമറുടെ കയ്യിലുള്ള പണത്തിൻ്റെ തോത് കൂടുകയോ കുറയുകയോ ചെയ്യുന്നതിനനുസരിച്ച് ഇൻഡിവിജ്വലായിട്ട് ഒരാളുടെ ഡിമാൻഡ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നുണ്ട്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻകം ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത്.
ഒരാളുടെ 50,000 രൂപ സാലറി കിട്ടിയിരുന്ന ഒരാൾക്ക് 1.5 ലക്ഷം രൂപ സാലറി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ 1 ലക്ഷത്തിൻ്റെ ഇൻക്രീസ് സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ 1 ലക്ഷം രൂപയായിട്ട് കൂടിക്കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന എമൗണ്ട് കൂടിയിട്ടുണ്ടെന്നർത്ഥം. ആ ഇൻക്രീസ് ഇൻ ഇൻകം എന്ന് പറയുന്നത് ദാറ്റ് ലീഡ്സ് ടു ദെൻ ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. അത് ഏതിലേക്ക് ലീഡ് ചെയ്യുന്നു? ഡിമാൻഡ് കൂടാനായിട്ട് കാരണമാവുന്നു. ഇങ്ങനെ നോർമൽ കേസിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെ പോസിറ്റീവ് ഇൻകം ഇലാസിറ്റി എന്ന് പറയാം. നെഗറ്റീവ് ഇൻകം ഇലാസിറ്റി എന്ന് പറയുമ്പോൾ ആകെ ഒരു 50,000 രൂപയുള്ള ആൾ 2 ലക്ഷം 3 ലക്ഷം രൂപയിലേക്ക് സാലറിയിലേക്ക് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാൾ എന്ത് ചെയ്യും? സെക്കൻഡ് ഹാൻഡ് കാറുകളുള്ള ഡിമാൻഡൊക്കെ കുറയും. അപ്പോൾ ഇൻകം കൂടുന്നതിനനുസരിച്ച് ചീപ്പസ്റ്റ് കമ്മോഡിറ്റീസിനോടുള്ള ഡിമാൻഡ് കുറയണു എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? നെഗറ്റീവ് റിലേഷൻഷിപ്പാണ് വരുന്നത്. പോസിറ്റീവ് റിലേഷൻ സാധാരണ കേസിൽ ഇപ്പോൾ മേടിക്കുന്ന സാധനങ്ങളുടെ തോത് കൂടുക എന്ന് പറയുമ്പോൾ അതൊരു പോസിറ്റീവ് റിലേഷൻഷിപ്പാണ്. ഇൻകം ഇൻക്രീസസ്, ഡിമാൻഡ് ഓൾസോ ഇൻക്രീസസ്. Income decreases, demand also decreases. That is a positive relationship. Then income increases, some case of second-hand goods or cheapest commodities, inferior goods. In the case of inferior goods, income increases, demand decreases. Income decreases, demand increases. That is called as negative income. നെഗറ്റീവ് ഇൻകം ഇലാസിറ്റി എന്ന് പറയാം. ഇവിടെ ഇൻകം ഇലാസിറ്റിയെ നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ് ഇൻകം ഇലാസിറ്റിയെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുമ്പോൾ? ദെൻ ഫസ്റ്റ് വൺ ഈസ് സീറോ ഇൻകം ഇലാസിറ്റി, സെക്കൻഡ് വൺ ഈസ് പോസിറ്റീവ് ഇൻകം ഇലാസിറ്റി, തേർഡ് വൺ ഈസ് നെഗറ്റീവ് ഇൻകം ഇലാസിറ്റി. പോസിറ്റീവ് ഇൻകം ഇലാസിറ്റി, സീറോ ഇൻകം ഇലാസിറ്റി, പോസിറ്റീവ് ഇൻകം ഇലാസിറ്റി ആൻഡ് നെഗറ്റീവ് ഇൻകം ഇലാസിറ്റി. സീറോ ഇൻകം ഇലാസിറ്റിയിലെ here a change in income will have no effect on the quantity demanded. That is called as zero income elasticity. Zero income elasticity, the situation where change in income do not lead to any change in quantity demanded. എന്താ പറയുക? Then zero income elasticity it is the situation where change in income do not change in quantity. There will be change in income, do not change in quantity demanded is called as zero income elasticity. അവിടെ ഇൻകം ഇൻക്രീസ് ചെയ്തു, പക്ഷേ ഡിമാൻഡ് ഒട്ടും ഇൻക്രീസ് ചെയ്തില്ല. ഡിമാൻഡ് ഡിക്രീസ് ചെയ്തൂലേ ഇൻക്രീസ് ചെയ്തു. ദർ ഇസ് നോ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. ദർ വിൽ ബി ഇൻക്രീസ് ഇൻ ഇൻകം ഓഫ് എ കൺസ്യൂമർ, ബട്ട് ദർ ഇസ് നോ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദ കേസ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. ദാറ്റ് കേസ് ഈസ് കോൾഡ് ആസ് സീറോ ഇൻകം ഇലാസിറ്റി. ദാറ്റ് മീൻസ് ഏതൊക്കെയാണ് അതിന് സാധാരണ എക്സാമ്പിളായിട്ട് കൊടുക്കുന്നത്? സോൾട്ട്, മാച്ച് ബോക്സ്, മെഡിസിൻസ് എക്സെട്ര. ഏതാണ് ഇതിന് എക്സാമ്പിൾ? സീറോ ഇൻകം ഇലാസിറ്റിക്ക് ഏതാണ് എക്സാമ്പിളായിട്ട് നമുക്ക് കൊടുക്കുക? സോൾട്ട് അല്ലേ, എക്സാമ്പിളായിട്ട് കൊടുക്കുക സോൾട്ട്. മെഡിസിൻ, സോൾട്ട്, മെഡിസിൻ എക്സെട്ര. ദെൻ മാച്ചസ്, അതായത് പൈസ കൂടിയെന്ന് കരുതിയിട്ട് നമുക്ക് ഉപ്പിൻ്റെ അളവ് കുറേ വാങ്ങിച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. അവിടെ എത്ര പൈസ കൂടിയാലും ആ ഡിമാൻഡിന് യാതൊരു ഫ്ലക്ച്വേഷനും സംഭവിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? സീറോ ഇൻകം ഇലാസിറ്റി ആണ്. അവിടെ ദർ വിൽ ബി ചേഞ്ച് ഇൻ ഇൻകം ഓഫ് എ കൺസ്യൂമർ, ബട്ട് ദർ ഈസ് നോ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. ദറ്റ് ഈസ് കോൾഡ് ആസ് സീറോ ഇൻകം ഇലാസിറ്റി. ഇൻ ദ കേസ് ഓഫ് സോൾട്ട്, മെഡിസിൻ എക്സെട്ര, അതായത് നമുക്ക് ഇൻകം കൂടിയാലും ഒരുപാട് മരുന്ന് വാങ്ങിക്കുന്ന സ്വഭാവം നമുക്കുണ്ടാവില്ല. അവിടെ മെഡിസിൻ എന്ന് പറയുന്നത് ഒരു സീറോ ഇൻകം ഇലാസിറ്റിയാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് positive income elasticity. In the case of positive income elasticity, in the case of increase in income, that will leads to an increase in quantity demanded. ഇവിടെ നമുക്ക് if there is an increase in income, increase in quantity, കണ്ടോ? അപ്പോൾ അവിടെ ഈൽഡ് കൂടിക്കഴിഞ്ഞാൽ, അതാണ് ഉദ്ദേശിക്കുന്നത്, ഈൽഡ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ക്വാണ്ടിറ്റിയും ഇൻക്രീസ് ചെയ്യുന്നു, ഈൽഡ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ക്വാണ്ടിറ്റിയും ഡിക്രീസ് ചെയ്യുന്നു എന്ന് പറയുന്നൊരു റിലേഷൻഷിപ്പാണ് വരുന്നതെങ്കിൽ അതിനെന്താ പറയുക? പോസിറ്റീവ് ഇൻകം ഇലാസിറ്റി എന്ന് പറയാം. ഇൻ ദ കേസ് ഓഫ് നോർമൽ ഗുഡ്സിലൊക്കെ സാധാരണ പോസിറ്റീവ് ഇൻകം ഇലാസിറ്റിയാണ് സംഭവിക്കുന്നത്. ദാറ്റ് മീൻസ് അവിടെ താഴെ നിങ്ങൾ കുറിച്ച് വയ്ക്കുക അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വയ്ക്കുക. ഇൻ ദ കേസ് ഓഫ് ആൻ ഇൻക്രീസ് ഇൻ ഇൻകം വിൽ ലീഡ്സ് ടു ആൻ ഇൻക്രീസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. For most of the goods, in the case of normal goods, income elasticity is positive. സാധാരണ രീതിയിൽ എല്ലായ്പ്പോഴും ഇൻകം ഇലാസിറ്റി എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഇൻകം ഇലാസിറ്റിയാണ് കാണിക്കുന്നത്. In this case, an increase in income will lead to an increase in quantity demanded. For most goods, income elasticity is positive.
നെക്സ്റ്റ് കേസിൽ നെഗറ്റീവ് ഇൻകം ഇലാസിറ്റി. ഇൻ ദിസ് കേസ് ആൻ ഇൻക്രീസ് ഇൻ ഇൻകം വിൽ ലീഡ് ടു ഡിക്രീസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. ദെൻ ഇവിടെ തേർഡ് കേസിൽ നെഗറ്റീവ് ഇൻകം ഇലാസിറ്റി ആണെങ്കിൽ ഇൻക്രീസ് ഇൻ ഇൻകം will leads to decrease in quantity demand. Decrease in income that leads to increase in quantity demand. ഈ ഒരു കോൺസെപ്റ്റ് ആണെങ്കിൽ അതിനെന്താ പറയുക, yield increases quantity demanded decreases, yield decreases quantity demanded increases എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ഇൻകം ഇലാസിറ്റി ആണ്. ഇത് ഏത് കേസിലാണ് നമുക്ക് സംഭവിക്കാറുള്ളത്? ഇൻ ദ കേസ് ഓഫ് ഇൻഫീരിയർ ഗുഡ്സ്. ഇൻ ദ കേസ് ഓഫ് ഇൻഫീരിയർ ഗുഡ്സ്, അത് ഇൻഫീരിയർ ഗുഡ്സിൻ്റെ കേസിലോ അതല്ലെങ്കിൽ ലോ ക്വാളിറ്റി ഗുഡ്സിൻ്റെ കേസിലോ ആണ് നമുക്ക് ഏത് സംഭവിക്കാറുള്ളത്? ഈ പറയുന്ന പോലെ നെഗറ്റീവ് ഇൻകം ഇലാസിറ്റി സംഭവിക്കാറുള്ളത്. നെഗറ്റീവ് ഇൻകം ഇലാസിറ്റി ഇൻ ദ കേസ് ഓഫ് ഇൻഫീരിയർ ഗുഡ്സ് ഓർ ലോ ക്വാളിറ്റി ഗുഡ്സിൻ്റെ കേസിലാണ് yield increases, quantity demanded also decreases, yield decreases, quantity demanded increases. That is applicable in the case of negative income elasticity. In the case of positive income elasticity, income increases, quantity also increases, income decreases, quantity also decreases. That is a positive relationship ആണ് സംഭവിക്കുന്നത്. In the case of normal goodsലാണ് ഇത് സംഭവിക്കാറുള്ളത്? നോർമൽ ഗുഡ്സിൻ്റെ കേസിലാണ് പോസിറ്റീവ് ഇൻകം ഇലാസിറ്റി സംഭവിക്കാറുള്ളത്. ലോ ക്വാളിറ്റി ഗുഡ്സിൻ്റെ കേസിലും ഇൻഫീരിയർ ഗുഡ്സിൻ്റെ കേസിലൊക്കെ നമുക്ക് സംഭവിക്കുന്നത് നെഗറ്റീവ് ഇൻകം ഇലാസിറ്റിയാണ്. നെഗറ്റീവ് ഇൻകം ഇലാസിറ്റിയാണ്. ദെൻ ഇതിൻ്റെ ഒരു റിലേഷൻഷിപ്പ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻകം ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് കണ്ടോ, ഇവിടെ ഇൻകം ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. income and quantity demand. നമ്മുടെ 3 ക്ലാസിഫിക്കേഷനാണ് കൊടുക്കുന്നത്. ഈ 3 ക്ലാസിഫിക്കേഷനിൽ ഫസ്റ്റ് വൺ ഈസ് സീറോ ഇൻകം ഇലാസ്റ്റിസിറ്റി. സീറോ. ഇവിടെ പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി. നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി. ഈ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷനിലൂടെ നിങ്ങൾക്ക് എന്തുകൂടെ മനസ്സിലാവും? ഇൻകം ഇലാസിറ്റിയിലുണ്ടാകുന്ന ദർ ആർ ദി ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻകം ഇലാസിറ്റി. ഫസ്റ്റ് വൺ ഈസ് സീറോ ഇൻകം ഇലാസിറ്റി, second one is positive income elasticity, third one is negative income elasticity. Then what is meant by zero income elasticity? There will be change in income of the consumer, that may be increase or decrease in income level of the consumer, that leads to there is no change in quantity demanded, that is called as zero income elasticity. Example of zero income elasticity: salt, matchbox, medicine, etc. Then second one is what is meant by positive income elasticity? There will be change in income of the consumer, that means increase in income that leads to increase in quantity demanded. There will be decrease in income that leads to decrease in quantity demanded. Then in the case of normal goods, usually then positive income elasticity. Then third case il parayanengil negative income elasticity. Negative income elasticity, what is meant by negative income elasticity? If there is a change in yield of the consumer, if there is a change in income of the consumer, that may be increase in yield that leads to decrease in quantity demanded. Inverse relationship ആണ്, അല്ലെങ്കിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഡിക്രീസ് ഇൻ ഇൻകം ദാറ്റ് ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഇൻ ദി കേസ് ഓഫ് ഇൻഫീരിയർ ഗുഡ്സിൻ്റെ കേസിലോ ലോ ക്വാളിറ്റി ഗുഡ്സിൻ്റെ കേസിലോ ഏത് അപ്ലിക്കബിൾ ആണ്? നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി അപ്ലിക്കബിൾ ആണ്. ഇവിടെ നമുക്കൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലൂടെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻകം ഓഫ് എ കൺസ്യൂമർ, ഒരു ഇൻഡിവിജ്വലിൻ്റെ ഇൻകം എന്ന് പറയുന്നത് ദെൻ ഇവിടെ 1000, ദെൻ 2000, 3000 ഇങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാം. 0, 1000, 2000, 3000, 4000,
5,000 എക്സെട്ര. ഇങ്ങനെയാണ് നമ്മൾ ഇൻകം ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതോറും 0-ൽ നിന്ന് 2,000-ലേക്ക് ഇൻകം ഇൻക്രീസ് ചെയ്തപ്പോഴും ദർ ഇസ് നോ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതിൽ യാതൊരു ചേഞ്ചും വരുന്നില്ല എങ്കിൽ അവിടെ എന്താണ്? 0 ഇൻകം ഇലാസിറ്റി ആണ്. ദെൻ ഇവിടെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നു. ഇൻകം 2,300 ആകുമ്പോഴേക്കും വാങ്ങിക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി കൂടി. ദെൻ വീണ്ടും 4,000 ആകുമ്പോഴേക്കും കൂടി. 5,000 ആകുമ്പോഴേക്കും ദെൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ 1,000 റുപ്പീസും നമുക്ക് കിട്ടും തോറും അവിടെ എന്ത് കൂടുന്നുണ്ട്? ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ദറ്റ് മേ ബി പോസിറ്റീവ് ഇൻകം ഇലാസിറ്റി. ഇൻക്രീസ് ഇൻ yield, ഇൻക്രീസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്, ഡിക്രീസ് ഇൻ yield that leads to decrease in quantity demanded. That technique is called as positive income elasticity. Then last topic അതിൽ തന്നെ നെഗറ്റീവ് ഇൻകം ഇലാസിറ്റി. നെഗറ്റീവ് ഇൻകം ഇലാസിറ്റിയിലെ ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് ഇവിടെ കാണിക്കുന്നത്. നെഗറ്റീവ് ഇൻകം ഇലാസിറ്റിയിലെ ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. yield increases, quantity demanded decreases. yield decreases, quantity demanded increases in the case of negative income elasticity. അപ്പോൾ അതാണ് അവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കൂടെ കണ്ടോടുകൂടിയിട്ട് നിങ്ങൾക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻകം ഇലാസിറ്റി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട്. ദെൻ അവിടെ പറയുന്നത് വാട്ട് ആർ ദി മാനേജീരിയൽ അപ്ലിക്കേഷൻ ഓർ യൂസസ് ഓഫ് ഇൻകം ഇലാസിറ്റി ഓഫ് ഡിമാൻഡ്. ഇൻകം ഇലാസിറ്റി ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമ്മൾ അപ്ലൈ ചെയ്യാറുള്ളത്? ദെൻ ഫസ്റ്റ് വൺ ഈസ് ഇൻ പ്രൈസിങ് ഫോർ ഫിക്സേഷൻ ഓഫ് പ്രൈസ്. There may be income elasticity demand has application in the pricing product. A rising income environment may lead to fall in demand for inferior goods. Income increase ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഏതിനുള്ള ഡിമാൻഡ് കുറയണു? ഇൻഫീരിയർ ഗുഡ്സിനുള്ള ഡിമാൻഡ് കുറയുന്നു. ഇൻ എ ഫാസ്റ്റ് ഗ്രോയിങ് എക്കോണമി ദ ഡിമാൻഡ് ഫോർ ഇൻഫീരിയർ ഗുഡ്സ് ഡിക്ലൈൻസ്. ദെൻ ദ ഡിമാൻഡ് ഫോർ ബൈസിക്കിൾസ്, മോപ്പഡ്സ് ഹാസ് ബീൻ falling and the demand for motorcycles has been increasing during times of high growth. This change in consumption trend helps in pricing the product. അതായത് ഒരു സമയത്ത് നമ്മുടെ ജനങ്ങളുടെ കയ്യിലുള്ള ഇൻകം ലെവല് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് എന്തിനുള്ള ഇത് കൂടി എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമ്മൾ സാധാരണ വാങ്ങിച്ചിരിക്കുന്ന സൈക്കിളുകളൊക്കെ വാങ്ങിക്കാതെയായി, മോപ്പഡ് അതുപോലത്തെ സ്കൂട്ടറുകൾ ഒക്കെ നമ്മൾ വാങ്ങിക്കാതെയായി എന്നൊക്കെ പറയുമ്പോൾ മോട്ടോർ സൈക്കിളൊക്കെ നമ്മൾ ഒഴിവാക്കി. ദെൻ അവിടെ മോപ്പഡ് പോലെയുള്ള വണ്ടികളൊക്കെ നമ്മൾ ഒഴിവാക്കി ഒന്നുകൂടെ ഹൈലി ലക്ഷറീസ് ആയിട്ടുള്ള വെഹിക്കിൾസിലേക്കൊക്കെ മൂവ് ചെയ്യാനായിട്ട് തുടങ്ങി. അവിടെ കാരണം എന്താണ്? ഇൻകം ഇൻക്രീസസ് ഇൻ ദ എക്കോണമി. എക്കോണമിയുടെ ഫ്ലക്ച്വേഷൻ നോക്കിയപ്പോൾ എക്കോണമിയിലെ ഇൻകം റേറ്റ് കൂടുന്നുണ്ട്. തീർച്ചയായിട്ടും ജനങ്ങളുടെ കയ്യിൽ പണത്തിൻ്റെ തോത് വർദ്ധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പുതിയ പുതിയ പ്രോഡക്റ്റുകളോട് ഒരു അട്രാക്ഷൻ ഉണ്ടായിരിക്കും. അത് കൺസ്യൂം ചെയ്യാം. അവിടെ നമ്മൾ ഇൻകം എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇത്തരത്തിലുള്ള പഴയ പ്രോഡക്റ്റുകളുടെ ഡിമാൻഡ് നഷ്ടപ്പെടാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഫോർ ഫിക്സേഷൻ ഓഫ് പ്രൈസിങ് ഇൻകം elasticity is helpful. The next one is in making long term decision. In making long term decision income elasticity can be used in making long term decision like capacity of expansion, diversification and modernization. Let us take the example given below. The context of decline in demand for mopeds, a moped manufacturing company should not expand capacity. Instead, it should be think of diversifying into the production of motorcycle. അതായത് ഇങ്ങനെ ഇൻകം ലെവലിൽ ഫ്ലക്ച്വേഷൻ സംഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ജനങ്ങളുടെ ട്രെൻഡ് മാറുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും ആ പ്രോഡക്റ്റ് തന്നെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നിൽക്കില്ല. കമ്പനി എന്ത് ചെയ്യും? പുതിയ പുതിയ പ്രോഡക്റ്റുകൾ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടായിരിക്കും. ആ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് മോഡേണൈസേഷൻ, എക്സ്പാൻഷൻ ഇതിലേക്കൊക്കെ അത് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ദെൻ ഇൻ മേക്കിംഗ് ലോങ് ടേം ഡിസിഷൻ എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇൻ സെയിൽസ് ഫോർകാസ്റ്റിംഗ്. ഫ്യൂച്ചറിൽ എത്രമാത്രം സെയിൽസ് ഉണ്ടാവുമെന്ന്, ഡിമാൻഡ് ഉണ്ടാവുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ദറ്റ് ഈസ് സെയിൽസ് ഫോർകാസ്റ്റിംഗ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇൻ പ്രൊഡക്ഷൻ പ്ലാനിങ്. ദെൻ ഡിമാൻഡ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ പ്ലാനിങ്ങിന് ഹെൽപ്ഫുള്ളാണ്. ദെൻ ലാസ്റ്റ് വൺ ഈസ് ഇൻ ഫോർമുലേറ്റിംഗ് ബിസിനസ് സ്ട്രാറ്റജീസ്. അപ്പോൾ അതായത് ഇൻകം ഇലാസിറ്റി നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുന്നത്? ഇമ്പോർട്ടൻസ്. ഫസ്റ്റ് വൺ ഈസ് ഫോർ ദി ഫിക്സേഷൻ ഓഫ് പ്രൈസ്, ദെൻ മേക്കിംഗ് ലോങ് ടേം ഡിസിഷൻസ് ആൻഡ് ഓൾസോ സെയിൽസ് ഫോർകാസ്റ്റിംഗ്. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ആൻറ്റിസിപ്പേറ്റിംഗ് ദ ഫ്യൂച്ചർ ഡിമാൻഡ്. ദറ്റ് ഈസ് ദ സെയിൽസ് ഫോർകാസ്റ്റിംഗ് ഇൻ ആൻഡ് ഓൾസോ ഹെൽപ്ഫുൾ ഫോർ പ്രൊഡക്ഷൻ പ്ലാനിങ്. എത്രമാത്രം യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. ആൻഡ് ഫോർമുലേറ്റിംഗ് ബിസിനസ് സ്ട്രാറ്റജീസ്. വാട്ട് ഈസ് മീൻ ബൈ ബിസിനസ് സ്ട്രാറ്റജി? തന്ത്രം അല്ലേ?
to overcome the competitors. What are the techniques used from overcome the competitors? That is called as strategy. നമ്മുടെ ശത്രുക്കളെ തുരത്തി ഓടിക്കുക എന്ന് പറയുന്നതാണ്. എത്രമാത്രം മാർക്കറ്റിൽ ഉണ്ടാകാവുന്ന ഒരു മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് അവരിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. സോ ഈ ഡിസിഷൻസ് ഒക്കെയാണ് ഇവിടെ എടുക്കുക. ദെൻ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള ഫോർമുലേറ്റിംഗ് ബിസിനസ് സ്ട്രാറ്റജീസ്. അപ്പോൾ ഇൻകം ഇലാസിറ്റി എന്ന് പറയുന്ന വൺ ഓഫ് ദി ടെക്നിക്ക് ഈസ് യൂസ്ഫുൾ. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇന്നത്തെ ടോപ്പിക്ക് ഏതൊക്കെയായിരുന്നു? വാട്ട് ഈസ് മെൻ ബൈ ഇലാസിറ്റി? വാട്ട് ഈസ് മെൻ ബൈ ഇലാസിറ്റി? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ എനി ഓഫ് ദ ഫാക്ടേഴ്സ് ഈസ് കോൾഡ് ആസ് elasticity. What are the different classification of elasticity? First one is price elasticity, second one is income elasticity, third one is cross elasticity, and fourth one is advertisement elasticity. രണ്ടെണ്ണേ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളൂ. ദെൻ ഫസ്റ്റ് വൺ ഈസ് പ്രൈസ് ഇലാസിറ്റി. എന്താ പ്രൈസ് ഇലാസിറ്റി? ഇഫ് ദർ ഇസ് എ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറയുന്ന ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ ബാധകമാക്കിക്കൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് പറയുക. നിങ്ങൾ പഠിക്കുമ്പോൾ ഇത്രമാത്രം പഠിച്ചാൽ മതി. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് ഈസ് കോൾഡ് ആസ് പ്രൈസ് ഇലാസിറ്റി. ഫോർമുല എന്താ? പ്രൈസ് ഇലാസിറ്റി ഈസ് ഈക്വൽ ടു പ്രൊപ്പോർഷണേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിവൈഡഡ് ബൈ പ്രൊപ്പോർഷണേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്. ക്ലിയർ ആണ്? Second one is income elasticity. What is meant by income elasticity? If there is a change in quantity demanded due to change in income of a consumer. അവിടെ സിമ്പിളായിട്ട് ഒറ്റ സെൻറ്റൻസ് മാത്രം നിങ്ങൾ പഠിക്കുക. എങ്ങനെ പഠിക്കണ്ടേ? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഇൻകം ഓഫ് എ കൺസ്യൂമർ. ദറ്റ് ഈസ് കോൾഡ് ആസ് ഇൻകം ഇലാസിറ്റി. What are the different types of income elasticity? There is a zero income elasticity, positive income elasticity, negative income elasticity. Zero income elasticity, if there is a change in income of the consumer, there is no change in quantity demanded, that is called as zero income elasticity. If there is a change in income of a consumer, there will be corresponding change in quantity demanded. That means income increases, quantity demanded also increases, income decreases, quantity demanded also decreases. That is called as positive relationship in the case of normal goods. That is the second one. Then third one is negative income elasticity. If there is a change in quantity demanded due to change in increase or decrease in income of the consumer, and in the case of inferior goods, എന്താ പറയുക, നമ്മൾക്ക് ഇൻകം കൂടിക്കഴിഞ്ഞാലും നമ്മൾ സെക്കൻഡ് ഹാൻഡ് മോട്ടോർ ബൈക്കുകളെ കുറിച്ചോ സെക്കൻഡ് ഹാൻഡ് പ്രോഡക്റ്റുകളുടെ ഡിമാൻഡ് കുറയുന്നു എന്ന് പറയുമ്പോൾ അതൊരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. ഇതൊരു ഗ്രാഫിക്കൽ പ്രസൻറ്റേഷനിലൂടെ നോക്കുകയാണെങ്കിൽ വളരെ നന്നായിട്ട് മനസ്സിലാവും. ദർ ഇസ് നോ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്, ദർ ഈസ് സീറോ ഇൻകം ഇലാസിറ്റി. ഇൻകം ഇൻക്രീസസ്, same time quantity demanded also increases. That is called as positive income elasticity. If there is a increase in income but there is a decrease in quantity demanded, that is called as negative income elasticity. അപ്പോൾ വളരെ നന്നായിട്ട് നിങ്ങൾ ഈ ഇന്ന് പഠിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങളൊക്കെ വായിച്ചു നോക്കുക, നോട്ട് തയ്യാറാക്കുക. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻട്രാക്ഷൻ പീരീഡിൽ ചോദിക്കാം. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ.